പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിക്കുന്നു. അന്തിമ തീരുമാനമെടുക്കാൻ ട്രംപിന്റെ യോഗം സിറ്റുവേഷൻ റൂമിൽ ചേരും. ഹോർമുസിൽ അമേരിക്കൻ നാവിക ഉപരോധം അവസാനിപ്പിക്കും. ഇതുവരെ കുടുങ്ങിക്കിടന്ന കപ്പലുകൾക്ക് ഇനി വീട്ടിലേക്ക് മടങ്ങാമെന്നാണ് ട്രംപിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ്. മനു ഭരത് കൂടുതൽ വിവരങ്ങൾ നൽകും. മനു, ഈ സമാധാനം പുലരുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും അത് ഒരു ശാശ്വത സമാധാനമായി മാറും എന്ന് കരുതാമോ? ഇത് ഒരു വലിയ ശുഭസൂചന എന്ന് തന്നെ പറയാം. ഏതായാലും ട്രംപ് ഇതിൽ അന്തിമ തീരുമാനം എടുക്കാൻ താൻ പോകുന്നു എന്ന് വ്യക്തമാക്കുന്നു. ട്രംപിൻ്റെ ഒരു നെടുനീളൻ പോസ്റ്റാണ് ട്രൂത്ത് സോഷ്യലിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ട്രംപ് ഇതിൽ ഒരു കാര്യം വളരെ കൃത്യമായി പറയുന്നു. അവിടെ ഈ ഹോർമുസ് കടലിടുക്കിൽ ഉള്ള അമേരിക്കൻ ഉപരോധം, നാവിക ഉപരോധം പിൻവലിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അപ്പോൾ കുടുങ്ങിക്കിടന്ന കപ്പലുകൾക്കെല്ലാം വീട്ടിലേക്ക് പോകാം. അപ്പോൾ അവരുടെ വീട്ടിലുള്ളവർക്കെല്ലാം ആശംസകളൊക്കെ ട്രംപ് അറിയിച്ചു എന്ന തരത്തിലൊക്കെ അദ്ദേഹം ഈ ട്രൂത്ത് സോഷ്യലിൽ കുറിക്കുന്നു. അവിടെ വീട്ടിലേക്ക് പോകുന്നവരോട് ഒക്കെ അവരുടെ കുടുംബാംഗങ്ങളോടും അവരുടെ രക്ഷിതാക്കളോടുമൊക്കെ തൻ്റെ ആശംസകൾ അറിയിക്കുന്നു ട്രംപ്. അങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകൾക്ക് പോകാമെന്ന് പറയുമ്പോൾ ഹോർമുസ് കടലിടുക്കിലെ നാവിക ഉപരോധം അമേരിക്ക പിൻവലിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു കരട് ധാരണ നേരത്തെ തയ്യാറായിരുന്നു. അതിൽ ട്രംപ് അന്തിമ തീരുമാനമെടുക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ ഇപ്പോൾ ശുഭസൂചകമായ ഒരു തരത്തിലുള്ളൊരു പോസ്റ്റാണ് ട്രംപിൻ്റെ വന്നിരിക്കുന്നത്. നേരത്തെ ഈ വെടിനിർത്തൽ 60 ദിവസത്തേക്ക് കൂടി വ്യാപിപ്പിക്കണം എന്ന ഒരു നിലപാടാണ് ഈ ഇരു വിഭാഗങ്ങളുടെയും ഭാഗത്തു നിന്ന് അന്നുണ്ടായത്. അതിലേക്കാണോ ട്രംപ് നീങ്ങുന്നത്, അത് പൂർണ്ണമായ ഒരു യുദ്ധവിരാമത്തിലേക്കാണോ ട്രംപ് നീങ്ങുന്നത് എന്ന കാര്യം ഈ സിറ്റുവേഷൻ റൂമിൽ നടക്കുന്ന യോഗത്തിന് ശേഷം ട്രംപ് വ്യക്തമാക്കും. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ 60 ദിവസത്തേക്ക് ഉള്ള വെടിനിർത്തൽ ആണ് ഫലപ്രദമാകുന്നതെങ്കിൽ അതുകൂടി ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. പിന്നീട് ഘട്ടം ഘട്ടമായി ഇരു വിഭാഗങ്ങളും അവരുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കും. ഇതിൽ ഒരു പ്രധാന കാര്യം, ഇറാൻ ഇനി ഒരിക്കലും ആണവായുധങ്ങൾ ഉണ്ടാക്കില്ല എന്നൊരു ധാരണ ഉണ്ടാകണമെന്ന് ട്രംപ് ആവശ്യപ്പെടുന്നു. ഇറാന് ഒരിക്കലും ആണവായുധങ്ങൾ കൈവശം വയ്ക്കാനാകില്ല. ഇറാൻ്റെ കയ്യിലുള്ള ന്യൂക്ലിയർ ഡസ്റ്റ് അത് കണ്ടെത്തി ഇറാനുമായി സഹകരിച്ച് അമേരിക്ക നശിപ്പിക്കും. അതുവരെ ഈ തടഞ്ഞു വെച്ചിട്ടുള്ള ആസ്തികൾ തിരിച്ചു നൽകില്ല. അത് ഒരു ഘട്ടഘട്ടമായുള്ള ഒരു പദ്ധതിയായിരിക്കാം. പക്ഷേ ആദ്യ സൂചന അല്ലെങ്കിൽ ഇതിൻ്റെ ഫലം എന്നത് ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നു. ആ കടലിടുക്കിൻ്റെ ഇനി നിയന്ത്രണം ഏത് തരത്തിലായിരിക്കും എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകൾ വരുന്നുണ്ട്. അതിൽ ഇറാൻ എടുത്തിരുന്ന ഒരു നിലപാട് നമുക്കറിയാം. അത് ഒമാനുമായി ചേർന്ന് ഈ കടലിടുക്ക് നിയന്ത്രിക്കുക എന്നുള്ളതായിരുന്നു. അതിൽ ഒരു ടോൾ ഏർപ്പെടുത്തും എന്നതായിരുന്നു അമേരിക്കയുടെ ആശങ്ക. പക്ഷേ ടോളായല്ല, അവിടുത്തെ പരിസ്ഥിതിയും സംരക്ഷിക്കുന്നതിനും നാവിഗേഷൻ റൂട്ട് ക്ലിയർ ആക്കുന്നതിനുമൊക്കെ ആവശ്യമായ ഒരു ചെറിയ ഫീസ് താങ്കൾ ഈടാക്കുന്നു എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരുന്നത്. അങ്ങനെയുള്ള ഒരു തുക ഒഴിച്ചു നിർത്തിയാൽ ഏതെങ്കിലും ചുങ്കം പിരിക്കുന്ന ഒരു രീതി, ഏതെങ്കിലും തരത്തിലുള്ള ചുങ്കം പിരിക്കുന്ന ഒരു രീതി അല്ല ഇത് എന്ന് ഇറാൻ വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ ഇത്തരം കടലിടുക്കുകൾ ഗതാഗത മാർഗങ്ങളായി, സുഗമമായ ഗതാഗത പാതകളായി തുറന്നു കൊടുക്കണമെന്ന പൊതു നിലപാട് ലോകരാജ്യങ്ങൾക്കുണ്ട്. ഇറാനും അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഒമാനുമായി ചേർന്ന് ഇതിൻ്റെ നടത്തിപ്പിനും അത് സുഗമമായി നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള പദ്ധതികളുടെ ചിലവിൻ്റെ ഭാഗമായി ചെറിയൊരു ഫീസ് ഈടാക്കും എന്നതായിരുന്നു അവർ പറഞ്ഞത്. അതൊക്കെ ട്രംപിന് ഏത് തരത്തിൽ അതൊക്കെ പരീക്ഷിക്കും എന്ന കാര്യം, അല്ലെങ്കിൽ അതെങ്ങനെ നോക്കിക്കാണുമെന്ന കാര്യമൊക്കെ വരാനിരിക്കുന്നു. ഏതായാലും 11 മാസങ്ങൾക്ക് മുമ്പ് ഈ ശക്തമായ B-2 ബോംബറുകൾ സ്ഫോടനം നടത്തിക്കൊണ്ടാണ് ലോക ജനതയെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഇത്തരം ഒരു യുദ്ധം ആരംഭിക്കുന്നത്. അത് വലിയ ആശങ്കകൾക്ക് വഴിവെച്ചു. പ്രത്യേകിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് എണ്ണവില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമുണ്ടായി. പ്രതിദിനം എണ്ണക്കമ്പനികൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടായി. പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ, അതുപോലെ ബംഗ്ലാദേശ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എണ്ണവില കുതിച്ചുയരുന്നത് ആ രാജ്യത്തിൻ്റെ തന്നെ സാമ്പത്തിക അടിത്തറയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് നീങ്ങി. അങ്ങനെ ലോകരാജ്യങ്ങൾക്കെല്ലാം ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. ഇതിനിടയിൽ ചില എണ്ണക്കപ്പൽ LPG ടാങ്കറുകളൊക്കെ അതുവഴി കടന്നു വരികയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഫലപ്രദമായ അവരുടെ നയതന്ത്ര ശ്രമത്തിൻ്റെ ഭാഗമായി ചില കപ്പലുകൾ വിടാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ചൈനയ്ക്ക് കഴിഞ്ഞു എന്നത് ഒഴിച്ചു നിർത്തിയാൽ ആ ഒരു ഇന്ധന നീക്കം
അത് പൂർണ്ണമായും സുഗമമായിരുന്നില്ല എന്ന് നമുക്കറിയാം. അതിനൊക്കെ ഒരു പരിഹാരമാകുന്നു. ട്രംപ് പറയുന്നു ഇറാൻ ഏതായാലും ഒരിക്കലും ആണവായുധമോ ബോംബോ കൈവശം വയ്ക്കാൻ സമ്മതിക്കില്ല. അത് അവർ അങ്ങനെ സമ്മതിക്കണം, അത് വെക്കില്ല എന്നവർ ഒരു ഉറപ്പ് നൽകണം. ഹോർമുസ് കടലിടുക്ക് ഉടനടി തുറക്കണം. ഇരു ദിശകളിലേക്കും അനിയന്ത്രിതമായ ഷിപ്പിംഗ് ഗതാഗതം സാധ്യമാക്കണം. ടോളുകൾ ഒന്നും ഇല്ലാതെ ഇത് നടപ്പിലാക്കണം എന്ന് പറയുന്നു. എല്ലാ ജലമൈനുകളും ഉണ്ടെങ്കിൽ അതെല്ലാം അണ്ടർ വാട്ടർ മൈൻ അല്ലെങ്കിൽ സ്വീപ്പർ അതൊക്കെ ഉപയോഗിച്ച് അതെല്ലാം ന്യൂട്രലൈസ് ചെയ്യണം. അതുപോലെ തന്നെ അവിടെ അവശേഷിക്കുന്ന മൈനുകൾ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. കടലിടുക്കിൽ കുടുങ്ങിയ കപ്പലുകൾ ഒക്കെ അവർക്കൊക്കെ വീട്ടിലേക്ക് പോകാം. അതോടൊപ്പം കപ്പലിനകത്തുള്ള ജീവനക്കാരുടെ ഭാര്യമാർക്കും അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെ തൻ്റെ ഹലോ എന്ന് ഒരു ആശംസ ട്രംപ് നൽകുന്നു. അങ്ങനെ 11 മാസം മുമ്പ് നടത്തിയ ഒരു വലിയ B-2 ബോംബർ ആക്രമണത്തിൽ നിന്ന് ആരംഭിച്ച യുദ്ധം അത് ഏറെക്കുറെ സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്ന വലിയ ഒരു കാഴ്ചപ്പാട് ട്രംപ് വയ്ക്കുന്നു. ന്യൂക്ലിയർ ഡസ്റ്റ് എന്ന ഈ സമ്പുഷ്ട യുറേനിയം അത് എങ്ങനെ നശിപ്പിക്കുമെന്നതിനെക്കുറിച്ച് ട്രംപ് വിശകലനം ചെയ്യുന്നു. അത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഗാർഡ്സ് കോറുമായി ഒരു ചർച്ചയുണ്ടാവും. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായുള്ള ഒരു സഹകരണത്തിലൂടെ അത് ചെയ്യാൻ കഴിയും എന്ന് പറയുന്നു. ചൈനയ്ക്കൊപ്പം അങ്ങനെ മെക്കാനിക്കൽ ശേഷിയുള്ള ഒരു രാജ്യമാണ് ചൈന. അപ്പോൾ ചൈനയെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് അതെല്ലാം കുഴിച്ചെടുത്ത് നശിപ്പിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ കൂടുതൽ ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ മറ്റ് സാമ്പത്തിക പാക്കേജോ കൈമാറ്റമോ ഒന്നും ഉണ്ടാകില്ല. വളരെ കുറഞ്ഞ പ്രാധാന്യമുള്ള മറ്റ് ചില വിഷയങ്ങളിൽ തനിക്ക് ധാരണയായിട്ടുണ്ട് എന്ന് ട്രംപ് പറയുന്നു. പിന്നെ അന്തിമമായ ഇതിലൊരു തീരുമാനമെടുക്കാനാണ് വൈറ്റ് ഹൗസിലെ സിറ്റുവേഷൻ റൂമിൽ ട്രംപ് യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിൽ ഒരു കരട് രൂപം ഉണ്ടായിരുന്നു. അതിൽ അന്തിമ ധാരണ വരുന്നു. ഒരുപക്ഷെ 60 ദിവസത്തേക്കുള്ള ഒരു വെടിനിർത്തലാകാം, അല്ലെങ്കിൽ പൂർണ്ണമായ സമാധാനത്തിലേക്കുള്ള ഒരു വലിയ നീക്കമായിരിക്കാം. ഇത് രണ്ടും ലോകം കാത്തിരിക്കുന്നു. നോക്കിയാണ് മനു, അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ടെഹ്റാൻ ഇതിനോടൊക്കെ ഏത് തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ? മറ്റൊന്ന്, എന്തെങ്കിലും ടെഹ്റാന്റെ ആവശ്യങ്ങളെ ചില അപ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്നു എന്നൊക്കെ ട്രംപ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൽ ഒരു കാര്യം ടെഹ്റാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഒരു ഇസ്ലാമാബാദിൻ്റെ മെമ്മോറാണ്ടം എന്ന തരത്തിൽ ഒരു ധാരണ ഈ ചർച്ചകൾക്കിടയിൽ പാകിസ്ഥാനാണല്ലോ ഒരു മധ്യസ്ഥം വഹിച്ചിരുന്നത്. അപ്പോൾ ഇസ്ലാമാബാദ് മെമ്മോറാണ്ടം എന്ന തരത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ആശയമാണ് ഈ 60 ദിവസത്തെ ട്രൂസ് അല്ലെങ്കിൽ 60 ദിവസത്തെ ഒരു വെടിനിർത്തൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് കൂടുതലും പിന്നീട് തുടർ ചർച്ചകൾ നടന്നു വന്നിരുന്നത്. അപ്പോൾ ഇറാൻ എടുത്ത ഒരു നിലപാട് ഇതാണ് തങ്ങളുടെ നിലപാടെന്ന് ഇറാൻ പറയുമ്പോൾ ഇതിൽ ഈ ഒരു ടെൻറ്റേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കരട് ധാരണാപത്രത്തിൽ ട്രംപ് ആദ്യം നിലപാട് പറയട്ടെ, എന്നിട്ട് ഇറാന് അതിൽ അന്തിമമായൊരു നിലപാട് ഇറാൻ പറയാം എന്നതായിരുന്നു അവരുടെ നിലപാട്. അതിലാണ് ട്രംപ് ഇപ്പോൾ താൻ ഇത് ഉപരോധം പിൻവലിക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള ഒരു പ്രഖ്യാപനം ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അപ്പോൾ ഏറെക്കുറെ ഇത് അംഗീകരിച്ചു എന്ന തരത്തിലാണ്. അന്തിമ തീരുമാനം ട്രംപ് ഈ സിറ്റുവേഷൻ റൂമിൽ എടുക്കും. സ്വാഭാവികമായും അതിനുശേഷം ഇറാൻ പ്രതികരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇറാനും ഒരു കാര്യം പറയുന്നു, അത് ആദ്യം തങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കില്ല എന്തെങ്കിലും ഒരു ആക്ട് ഉണ്ടാകുന്നത്. ഇത് ടെഹ്റാൻ ഈസ് വെയിറ്റിംഗ് ഫോർ US ടു മൂവ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ടെഹ്റാൻ കാത്തിരിക്കുകയാണ് അമേരിക്ക ആദ്യം എന്ത് നീക്കമുണ്ടാകും. അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ചുവട് പുറകോട്ട് വയ്ക്കുന്ന, യുദ്ധത്തിൽ നിന്ന് ഒരു ചുവട് പുറകോട്ട് വയ്ക്കുന്ന ഒരു നീക്കം ടെഹ്റാൻ കാത്തിരിക്കുന്നു. അങ്ങനെ വന്നാൽ അതിനോട് അനുബന്ധിച്ചുകൊണ്ട് ടെഹ്റാനും അടുത്ത നടപടികളിലേക്ക് കടക്കും. പക്ഷേ അതിനിടയിലൂടെ കപ്പലുകൾ കടന്നു പോകാൻ ശ്രമിച്ചാൽ അതിലേക്ക് ഫയറിംഗ് ഉണ്ടാകും. ചില വാർണിംഗ് ഷോട്ട്സൊക്കെ അവിടെ ഉണ്ടാകുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അതൊക്കെ അവസാനിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അമേരിക്ക ഉപരോധം പിൻവലിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു സുപ്രധാനമായ ഒരു ചുവടുവയ്പ്പാണ്. അത് കപ്പൽ ഗതാഗതത്തെ ആദ്യം ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ അനുവദിക്കുന്നു. അതോടുകൂടി പ്രത്യേകിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു ഗുണകരമായ ഒരു കാര്യമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വലിയ തോതിൽ ഇന്ധനം ഇറക്കുമതി ചെയ്ത രാജ്യങ്ങൾക്ക് അത് വലിയ നേട്ടവുമാകും. റൈറ്റ്, മനു ഭരത് പറഞ്ഞതുപോലെ തന്നെ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു സമാധാനം പശ്ചിമേഷ്യയിൽ പുലരട്ടെ എന്ന് ആഗ്രഹിക്കാം.